ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ ആകർഷിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്ന വെങ്കലം കൊണ്ടുള്ള യാഗപീഠം അല്ലെങ്കിൽ യാഗം കഴിക്കുന്ന യാഗപീഠം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് 4 വശത്തുനിന്നും വെങ്കലം വെച്ച് പൊതിയണം. അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറഞ്ഞാൽ അക്കേഷ്യ തടി തന്നെയാണ്. പിന്നെ അതിൻ്റെ 4 കോണിലും യാഗവസ്തുവിനെ കയറും കൊണ്ട് കെട്ടുവാനുള്ള കൊമ്പുകളും വെച്ച് വേണം ഇത് ഉണ്ടാക്കാനാണ് നിർദ്ദേശം മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത്. തന്നെയുമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാണുന്നത് ഒരു നെറ്റ്, നല്ല രീതിയിൽ നെറ്റ് അതിൻ്റെ ഉള്ളിൽ പകുതി വഴിയാകുമ്പോഴത്തേനും ഒരു നെറ്റ് പണിയണം. ആ നെറ്റ് വെച്ച് നെറ്റിൻ്റെ അകത്തോട്ടാണ് ഈ യാഗവസ്തുവിൻ്റെ ചാരം പോയി വീഴേണ്ടത്. ഇതെല്ലാം നമ്മൾ കാണുന്ന ഈ ഉപകരണം, അതായത് വെങ്കലം കൊണ്ടുള്ള ഈ യാഗപീഠം ഇരിക്കുന്നത് തിരുനിവാസത്തിൻ്റെ പുറത്താണ്. അതായത് ഉള്ളിൽ നമ്മൾ കണ്ടു, തിരുനിവാസത്തിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ ഉപകരണങ്ങളും സ്വർണം കൊണ്ടും, പക്ഷേ തിരുനിവാസത്തിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ പ്രാകാരത്തിലിരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന യാഗപീഠം. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് പാപത്തിനെ മുഴുവനായിട്ട് ദൈവം എന്നേക്കുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആണ് ഈ വെങ്കലത്തിൻ്റെ യാഗപീഠത്തിൽ നമ്മൾ കാണുന്നത്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ യാഗപീഠത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്ന ദഹനയാഗവും പാപയാഗവും അതേപോലെ തന്നെ സമാധാനയാഗവും പീസ് ഓഫറിങ്, ഇതിനെല്ലാത്തിൻ്റെയും വസ്തുക്കൾ ദഹനയാഗം മുഴുവനായിട്ട് ഈ വെങ്കലത്തിൽ കൊണ്ടുള്ള യാഗപീഠത്തിൽ ദഹിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയാണ് പുതിയ നിയമത്തിലുള്ള വിശ്വാസികളായ നമുക്ക് ചിന്തിക്കാനുള്ളത്. ക്രിസ്തുവിൽ പാപത്തിന് എന്നേക്കുമായിട്ട് ദൈവം ക്രിസ്തുവിനെ ക്രൂശിൽ യാഗം ചെയ്തു. പരിശുദ്ധാത്മാവിൽ കൂടി ക്രിസ്തുവിനെ യാഗം ചെയ്തു. യാഗം ചെയ്ത ക്രിസ്തുവിനെ യെശയ്യാ പ്രവചനം 53:4-5 വായിക്കുന്ന നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയ ശിക്ഷ മുഴുവനും ക്രിസ്തു അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത് പാപത്തിൻ്റെ എല്ലാ ക്ലെയിമുകളും അല്ലെ അവകാശങ്ങളും ക്രിസ്തു എന്നേക്കുമായിട്ട് ക്രൂശിൽ തീർത്തതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ ഈ വെങ്കലത്തിൻ്റെ ഈ യാഗപീഠം എടുത്തു കാണിക്കുന്നത്. ഇതിനൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, വെങ്കലം കാണിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ദൈവം ന്യായം വിധിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ദൈവം പാപത്തിനെ ക്രിസ്തുവിൽ എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി പാപത്തിൻ്റെ ശമ്പളം മുഴുവൻ കൊടുത്ത് തീർത്തു ഈ വെങ്കലത്തിൻ്റെ യാഗപീഠത്തിൽ. അവിടെ പ്രത്യേകം കാണേണ്ട യാഗവസ്തുവിനെ, പ്രത്യേകിച്ച് ദഹനയാഗത്തിനെ മുഴുവനായിട്ട് ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മുഴുവനെ അതിൻ്റെ രക്തം ചൊരിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഉരിച്ചിട്ട്, യാഗവസ്തുവിൻ്റെ തൊലി ഉരിച്ചിട്ട് അതിൻ്റെ മുഴുവൻ ദേഹം വസ്തുക്കളും അല്ലെങ്കിൽ അവയവങ്ങൾ, യാഗവസ്തുവിൻ്റെ അവയവങ്ങൾ മുഴുവനെ ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതും ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതായത് ക്രൂശിൽ നമുക്ക് വേണ്ടി എടുത്ത പാപം നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേണ്ടി പാപമായി 2 കൊരിന്ത്യർ 5 അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു.
അതായത് നമുക്ക് വേണ്ടി പാപമായി നമ്മൾ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. അതുകൊണ്ട് പാപമായ ക്രിസ്തുവിനെ ന്യായം വിധിക്കുന്ന ക്രൂശിലാണ്. അതാണ് ഈ വെങ്കലത്തിൻ്റെ യാഗപീഠം എടുത്ത് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിനുള്ള അവകാശം, അവൻ്റെ മേൽ പാപത്തിനുള്ള അവകാശം മുഴുവനെ തീർന്നു എന്ന് ഉള്ള മനോഭാവത്തിൽ വേണം ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കാൻ. അതായത് റോമാലേഖനം 6:11 പറയുന്ന ഒരു കാര്യമുണ്ട്, റെക്കൺ യുവർ സെൽഫ് ഡെഡ് ടു സിൻ. അതായത് പാപത്തിൻ്റെ കാര്യത്തിൽ അവൻ മരിച്ചു എന്ന് കരുതുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൽ, അവൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ജീവൻ അവനിൽ വസിക്കാനും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനും, ന്യൂനെസ് ഓഫ് ലൈഫ്. ഇത് ഒരു വിശ്വാസി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിനെ മുഴുവൻ ഭസ്മമാക്കി, അല്ലെങ്കിൽ ആഷ് ആക്കി, ചാരമാക്കി എന്നുള്ള കരുതാതെ ഒരു വിശ്വാസിക്ക് പഴയ ജീവിതം വീണ്ടും അവനെ അലട്ടിക്കൊണ്ടിരിക്കും. പാപത്തിൻ്റെ ശരീരം മുഴുവനായിട്ട് അതിൻ്റെ എല്ലാ ക്ലെയിമുകളും, അതിൻ്റെ എല്ലാ അവകാശങ്ങളും ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റു. അത് ഇനിയും പാപത്തിന് അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാകരുതെന്നുള്ള രീതിയിലാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നത്. ഡു നോട്ട് ലെറ്റ് സിൻ, അതായത് പാപം നിങ്ങളുടെ ശരീരത്തിൽ വാഴരുത് എന്നുള്ള ഒരു നിർബന്ധം ദൈവത്തിന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം പുത്രനെയാണ് പാപത്തിന് വേണ്ടി ബലി കഴിച്ചത്. അപ്പോൾ ഇവിടെ പാപം ക്രിസ്തുവിൽ ദൈവം കൈകാര്യം ചെയ്തപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും പാപത്തിന് യാതൊരു ക്ലെയിമുകളും അല്ലെങ്കിൽ യാതൊരു ആധിപത്യം സ്ഥാപിക്കാതിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. നേരെ മറിച്ച് അവിടെ ദൈവത്തിൻ്റെ നീതി അവൻ്റെ മേൽ, പഴയ മനുഷ്യൻ്റെ പാപ അടിമ ആയതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ നീതി അവനെ ഭരിക്കാനും അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കാനും വേണ്ടി ഉള്ള ഒരു ആഹ്വാനമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് യോഹന്നാൻ സുവിശേഷം 3:36 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അപ്പം വിശ്വസിക്കാത്തവനോ, അതായത് ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വസിക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ ക്രോധം. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ വെങ്കലത്തിൻ്റെ യാഗപീഠം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ക്രോധം, അതായത് തിരുനിവാസത്തിലോട്ട് അനുവദിക്കാത്ത എല്ലാ കാര്യങ്ങളും ഈ യാഗപീഠത്തിൽ തീരണം. പാപത്തിൻ്റെ കാര്യത്തിൽ അശുദ്ധമായിട്ടുള്ള ഒരു കാര്യം തിരുനിവാസത്തിലോട്ട് പ്രവേശിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ വെങ്കലത്തിൻ്റെ ഈ യാഗപീഠം ഏറ്റവും പുറത്തു വെച്ചിരിക്കുന്നത്. പുറത്തു വെച്ച് അത് ക്രിസ്തുവിനെ ഗോൽഗാത്ത മലയിൽ പോയി യാഗത്തിനെ മുഴുവനായിട്ട്, ദൈവത്തിൻ്റെ ക്രോധം മുഴുവനായിട്ട് ക്രിസ്തുവിൻ്റെ മേൽ തീർത്തപ്പോൾ, അത് വിശ്വസിക്കാതിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും എന്താണ് ദൈവം ചെയ്തേണ്ടത്? ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വസിക്കും. പക്ഷേ നേരെ മറിച്ചോ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നാണ് തിരുവചനം എടുത്തു പറയുന്നത്, പല തവണയായിട്ട് എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ. വീണ്ടും ഈ വെങ്കലത്തിൻ്റെ യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കൊമ്പുകളാണ്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ, ഈ കൊമ്പുകളിലാണ് യാഗവസ്തുവിനെ കയറും കൊണ്ട് അത് ഓടിപ്പോകാത്ത രീതിയിൽ കെട്ടിവെക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പഴയ മനുഷ്യൻ്റെ കാര്യത്തിൽ എല്ലാ വസ്തുക്കളും, നമുക്ക് പഴയ മനുഷ്യനിൽ എന്ത് നിഗളിക്കാനുണ്ടോ, എന്ത് പ്രശംസിക്കാനുണ്ടോ, അതെല്ലാം വെങ്കലത്തിൻ്റെ യാഗപീഠത്തിൽ തീരണം. അതായത് ക്രൂശിൻ്റെ ചോട്ടിൽ തീരണം.
അത് മുഴുവൻ ഭസ്മമായിരിക്കണം. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ കൊമ്പിൻ്റെ കാര്യത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് സങ്കീർത്തനം 19:2 സങ്കീർത്തനം 18:1-2 ഈ കൊമ്പിനെ വാഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാം. രക്ഷയുടെ കൊമ്പ്. ഈ രക്ഷയുടെ കൊമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പല വ്യക്തികൾ, അതായത് ന്യായപ്രമാണത്തിന് ഹിതമല്ലാത്ത, അതായത് ന്യായപ്രമാണം അനുവദിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ദോഷദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജാവിൻ്റെ കുടുംബത്തിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മരണമാണ് പിന്നെ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ മരണ യോഗ്യനാണെന്നറിയുമ്പോൾ പെട്ടെന്ന് ഇവൻ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് വേണ്ടാധീനം കാണിച്ചിട്ട് ഓടിച്ചെന്നിട്ട് ഈ കൊമ്പിൻ്റെ മേൽ തൂങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കാനായിട്ട് നിർവാഹമില്ല. അത് രാജാക്കന്മാർ 1:50-53 നമ്മൾ കാണിക്കുന്ന അഡോണിജ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ജോആബ് എന്ന് പറയുന്ന ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡറായിരുന്നു. ഇവരൊക്കെ പോയി അവരുടെ തല വെട്ടുമെന്നറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഈ കൊമ്പയിൽ പോയി പിടിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം മരണയോഗ്യന് പിന്നെ ഒരു ഒറ്റ ആശ്രയം എന്ന് പറയുന്നത് ഈ കൊമ്പാണ്. ഈ കൊമ്പയിൽ പോയി തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജാവിന് അവർ ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ. ഈ രാജാക്കന്മാർ 1:50-53 നമ്മൾ കാണുന്നു. ഇവന് വീട്ടിൽ പോകാൻ പറയും. അഡോണിജ പോയി കൊമ്പേ തൂങ്ങിയപ്പോൾ അതിനോട് നേരെ വീട്ടിൽ പോകാൻ പറഞ്ഞു ശലോമോൻ രാജാവ്. നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ കൊമ്പൽ രക്ഷയാകുന്ന ക്രിസ്തു, രക്ഷയുടെ കൊമ്പാകുന്ന ക്രിസ്തുവിൽ തൂങ്ങുന്ന, അതായത് മരണയോഗ്യരായിരുന്ന നമ്മൾ തൂങ്ങിയ ഈ കൊമ്പേലാണ്, ക്രിസ്തു ആകുന്ന കൊമ്പേൽ തൂങ്ങി വിശ്വസിച്ചപ്പോഴാണ് നമുക്ക് ജീവൻ അനുവദിച്ചു തന്നത്, അതായത് നിത്യജീവൻ അനുവദിച്ചു തന്നത്. ഏവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. മരണയോഗ്യർ, അതായത് പാപികൾക്ക് ഉള്ള ഒറ്റ ശിക്ഷ മരണം, അതായത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട്. ഭൗമികമായ മരണത്തിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, ഭൗമികമായ മരണത്തിനേക്കാളിലും ഉപരി ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്ന് നിത്യ നരകത്തിൽ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏതു പാപിക്കും ഓടിച്ചെന്ന് തൂങ്ങാൻ പറ്റുന്ന ഒറ്റൊരു കൊമ്പാണ് ക്രിസ്തു, അതായത് രക്ഷയുടെ കൊമ്പ്. ഈ ചിന്തകൾ നമ്മളെ ചിന്തിക്കാൻ, കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് ഉത്തേജനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.